എല്ലാവർക്കും ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര വന്നിട്ട് അമ്പലദർശന യാത്രയാണ്. അതായത് തല അജിത്തില്ലേ, തല അജിത്തിൻ്റെയും ക്ഷേത്രവും എൻ്റെ അച്ഛൻ്റെ ക്ഷേത്രവും ഒരേ ക്ഷേത്രമാണ്. അതായത് നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലോട്ടാണ് നമ്മുടെ യാത്ര. അവിടെ വർഷം തോറും നടന്നു വരുന്ന ചാന്താട്ട മഹോത്സവത്തിന് വേണ്ടിയുള്ള പോക്കാണ് കേട്ടോ. രാവിലെ എണീച്ച് കാലത്ത് നേരത്തെ തന്നെ ഞങ്ങളവിടെ 6 മണി 6:15 ആകുമ്പോഴേക്കും ഞങ്ങളവിടെ എത്തി. അതിന് മുമ്പ് തന്നെ അമ്മയുടെ അവിടെ നല്ല തിരക്കാണ്. വർഷം തോറും നടന്നു വരുന്ന മഹോത്സവമാണ് ചാന്താട്ട മഹോത്സവം. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്, ഇപ്രാവശ്യം നമ്മുടെ തല അജിത്ത് വന്നു പോയതിന് ശേഷം പോണ ശേഷവും അമ്പലപ്പണി ഇപ്പം പ്രോപ്പറായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ വന്ന് ഡൊണേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അമ്പലം ഏകദേശം എല്ലാ വർക്കും അതായത് ഒരു 80% വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞുള്ള വിഷ്വൽസാണ്. രാവിലെ വന്നിട്ട് ചാന്താട്ടത്തിനെ അമ്മയുടെ ചാന്ത് വാങ്ങി അമ്മയ്ക്ക് അഭിഷേകം ചെയ്യാൻ വേണ്ടി കാണുന്ന ലൈനാണ്. അതായത് നമ്മൾ ചാന്ത് വാങ്ങിച്ച് അമ്മ അവിടെ ഒന്നുമ്പുറത്തോട് സമർപ്പിച്ച് കഴിഞ്ഞാൽ അത് തിരുമേനിമാർ അമ്മയുടെ മേലെ വിഗ്രഹത്തിൽ ചാന്തഭിഷേകം നടത്തും. അതാണ് ഇവിടുത്തെ മെയിൻ മഹോത്സവം. വർഷം തോറും നടന്നു വരാണ്. ഇപ്പം ഞങ്ങൾ ക്യൂ നിന്ന് ലൈന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഞാനും അമ്മയ്ക്കും അച്ഛനും ഫാദറും കൂടി പോയി ചാന്തഭിഷേകം വാങ്ങിച്ച് അമ്മയ്ക്ക് മുമ്പത്ത് കൊണ്ടുതണ്ടോ പെങ്ങളും വാങ്ങിച്ച് അമ്മയ്ക്ക് ചാന്തഭിഷേകം നടത്താൻ നിൽക്കുന്ന ലൈനാണ്. അപ്പോൾ ഇതാ കാണുന്നത് ഭഗവതിൻ്റെ മുൻവശമാണ് അത് കാണുന്നത് കേട്ടോ. ഇതിപ്പോൾ ചാന്തഭിഷേകത്തിനുള്ള ലൈനാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. അത് ചാന്ത് ഒഴിക്കുന്നവർ മാത്രമാണ് സെപ്പറേറ്റ് നമ്മൾ ലൈനിലൂടെ പോയിട്ട് അമ്മയുടെ മുമ്പിൽ കൊണ്ട് ചാന്ത് സമർപ്പിച്ച് കഴിഞ്ഞാൽ തിരുമേനി പോയിട്ട് അമ്മയുടെ വിഗ്രഹത്തിൽ സ്വയംഭൂ വിഗ്രഹത്തിൽ ചാന്ത് ഒഴിക്കും. കേരളത്തിൽ തന്നെ ദിവസം തോറും ചാന്താഭിഷേകം നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് ശ്രീകുട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രം പാലക്കാട് ജില്ലയിലുള്ളത് കേട്ടോ. പ്രത്യേകിച്ച് അജിത്ത് കാലത്ത് രാവിലെയാണ് അത്ര വന്നു പോകാറുള്ളത്. വർഷം തോറും തിരുമേനിയോടൊക്കെ നമ്മൾ ചോദിച്ച സമയത്ത് പുള്ളിക്കാരൻ വരാറുണ്ട്. വരുന്ന തലേ ദിവസം മുമ്പ് വിളിക്കാറുണ്ട്. വിളിച്ച് പറഞ്ഞ ശേഷം വന്ന് പോകാറുണ്ടെന്നാണ് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ചോദിക്കാൻ പറ്റില്ല കേട്ടോ. ഞാനതിന് മുമ്പ് ചോദിച്ച ഒരു അറിവിൽ പറയുകയാണ്. മുമ്പുള്ള തിരുമേനി, ഇപ്പം തിരുമേനി പഴയ തിരുമേനി നമുക്ക് കാണാൻ പറ്റിയില്ല. ഇത് അതിൻ്റെ അടുത്തുള്ള ഒരു മഹാദേവൻ്റെ ക്ഷേത്രമാണ്. അവിടെയും കൂടെ നമ്മൾ ദർശനം നടത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഉണ്ടായിരുന്നു. നമ്മൾ കാലത്ത് നേരത്തെ പോയി തൊഴുതിയത് കാരണം അമ്മയുടെ അവിടെ ഫുള്ളായി കംപ്ലീറ്റ് ആയി തൊഴുതി വന്ന ശേഷം ശിവക്ഷേത്രത്തും കൂടെ അടച്ചിട്ടില്ല, ഒരു 9 ആയിട്ടുള്ളൂ. അവിടെ സാധാരണ അടയ്ക്കുന്ന ഒരു 10 മണി നമ്മൾ അടയ്ക്കാറുള്ളത്. അപ്പോൾ നമ്മൾ അവിടെയും കൂടെ ഒന്ന് തൊഴുതിയിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് പാലക്കാട് ജില്ലയിലുള്ള പെരുമ്പുള്ള ക്ഷേത്രത്തിലെ അമ്മയുടെ പ്രത്യേകത പറഞ്ഞാൽ പ്രകൃതി ഭംഗിയാണ്. അടുത്ത് ഫുൾ പാടങ്ങളും അതിൻ്റെ നടുവിലായിട്ട് കുളവും അതിനോട് തൊട്ടടുത്ത് തന്നെ അമ്പലങ്ങളായിട്ടാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഞാൻ കണ്ടില്ല, ഫ്രെയിം കണ്ടില്ല, അമ്മയുടെ ഫോട്ടോ ഫ്രെയിം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിന് ശേഷം അന്നദാനത്തിന് പോയി. അന്നദാനം എല്ലാവരും കൂടെ ഫസ്റ്റ് പന്തിയിൽ തന്നെ ഞങ്ങൾ കയറാൻ സാധിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കാലത്ത് നേരത്തെ വന്നുകൊണ്ട് നമുക്ക് അമ്മയുടെ അന്നദാന പ്രസാദം കഴിക്കാൻ പറ്റിട്ടോ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ചെറിയ കുഞ്ഞ് പർച്ചേസിങ് കഴിഞ്ഞ് വീട്ടിലോട്ട് മടങ്ങുന്ന ഒരു സീനാണ്. അത്യാവശ്യം ഞങ്ങളുടെ മടക്ക യാത്രയായി ഇന്ന് അപ്പോഴാണ് കേട്ടോ തിരക്ക്, നല്ല ക്രൗഡ് തിരക്ക്. പിന്നെ പോലീസുകാർ സെക്യൂരിറ്റി പർപ്പസ് പോയതുകൊണ്ട് എക്സ്ട്രാ പോലീസുകാരോട് വരുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ക്രൗഡ് കൂടി നല്ല തിരക്കായി. ഞങ്ങൾ കാലത്ത് പോയതുകൊണ്ട് വലിയ തിരക്ക് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നല്ല തിരക്കുണ്ട്. പക്ഷേ ഇപ്പോൾ ക്രൗഡ് കൂടിയിട്ട് നല്ല തിരക്കായി. അപ്പോൾ ഇന്ന് ഏകദേശം നമ്മൾ ഭക്ഷണമൊക്കെ അന്നദാനമൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരുപാട് തിരക്കായി. അപ്പോൾ പുതിയൊരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഇനി അടുത്ത